കോവിഡ് കാലത്ത് നടന്ന തീവട്ടിക്കൊള്ളയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഞാൻ ഈ കാര്യം പൊതുജനങ്ങളുടെ മുമ്പിൽ വളരെ വിശദമായി അവതരിപ്പിച്ചതാണ്. 500 രൂപയ്ക്ക് കിട്ടുമായിരുന്ന PP കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിയത് അഴിമതി അല്ലെങ്കിൽ മറ്റെന്താണ്? 500 രൂപയ്ക്ക് 450 മുതൽ 500 രൂപയ്ക്ക് വരെ PP കിറ്റിന് ഓർഡർ കൊടുത്തിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് മറ്റൊരു കമ്പനിക്ക് 1500 രൂപയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി നടപടി സ്വീകരിച്ച ആരോഗ്യമന്ത്രിയും ഇതിനകത്ത് വൻ അഴിമതിയല്ലേ കാണിച്ചിട്ടുള്ളത്? ആരോഗ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞാണ് ചെയ്തത്. മുഖ്യമന്ത്രി അറിഞ്ഞ് ചെയ്താൽ അഴിമതി അല്ലാതാകുമോ? മുഖ്യമന്ത്രി അറിഞ്ഞാണ് ചെയ്തെങ്കിൽ എല്ലാ അഴിമതിയും നടത്താൻ കഴിയുമോ? കോവിഡ് കാലത്ത് പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന സമീപനമാണ് ഇടതുമുന്നണി ഗവൺമെൻറ് ചെയ്തത്. ഇത് ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ ആ കാലഘട്ടത്തിൽ സൂചിപ്പിച്ചതാണ്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ട് ജനങ്ങളെ സഹായിക്കാൻ എന്ന വ്യാജേന ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് ആരോഗ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വലിയ ഗുരുതരമായ കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ആശുപത്രികൾ വിതരണം ചെയ്തു. ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് ഗവൺമെൻറ് ചെയ്തത്. അപ്പോൾ ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ചെയ്തത്. അപ്പോൾ ഇതൊരു വലിയ അഴിമതിയാണ്, കൊള്ളയാണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു. ഇന്ന് CNDAG അത് ന്യായീകരിച്ചിരിക്കുന്നു. സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ ഇതിനെതിരെ കേസെടുക്കാനുള്ള നടപടിയാണ് തുടരേണ്ടത്. ഈ അഴിമതിക്കാർക്കെതിരെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. കേരളം കണ്ട കോവിഡിൻ്റെ കാലത്ത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും വിറ്റ് കാശാക്കാൻ വേണ്ടി ശ്രമിച്ച ഇവരെ ജനങ്ങൾ വെറുതെ വിടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പോൾ തന്നെ ലോകായുക്തയിൽ ഒരു കേസ് നിലവിലുണ്ട്. മറ്റെന്ത് നടപടി വേണമെന്നുള്ളത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല, ആരോഗ്യമന്ത്രി അല്ലേ ആദ്യത്തെ പ്രതി ആരോഗ്യമന്ത്രി തന്നെയാണ്. അവരാകെ പറയുന്ന കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞാണ് ഞാൻ ചെയ്തത്. കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞ് ഇങ്ങനൊരു അഴിമതി നടത്താമോ? അപ്പം മൊത്തം സർക്കാർ ഈ കാര്യത്തിൽ അഴിമതിക്കാരാണ്, അഴിമതി ചെയ്തിട്ടുണ്ട്. ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് ഒരു കമ്മിറ്റിയാണ് തീരുമാനിച്ചതെന്നാണ് പറയുന്നത്. ആ കമ്മിറ്റി തീരുമാനിച്ച നടപടിയും തെറ്റാണ്. കുറഞ്ഞ വിലയ്ക്ക് PP കിറ്റ് കിട്ടുമായിരിക്കെ കൂടിയ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് സത്യം. അന്നത്തെ സാഹചര്യത്തിൽ കൂടിയ വിലയ്ക്ക് ഓർഡർ ചെയ്ത കമ്പനി 21 ദിവസം കഴിഞ്ഞാണ് സാധനം കൊടുത്തത്. അതിനു മുമ്പ് 450 രൂപയ്ക്ക് കൊടുക്കാമെന്ന കമ്പനി അത് അപ്പോൾ തന്നെ കൊടുക്കാൻ തയ്യാറായിരുന്നു. അവിടെയാണ് പാവപ്പെട്ട ജനങ്ങളുടെ ദുരിതത്തെ വിറ്റ് കാശുണ്ടാക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിച്ചത്. ഒരു ദുരന്തത്തെ പോലും അഴിമതിക്കുള്ള ഉപാധിയാക്കി മാറ്റിയ ഗവൺമെൻറ്റാണിത്. അതുകൊണ്ട് ഇതിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ അസംബ്ലിയിൽ എൻ്റെ പ്രസംഗത്തിൽ ഉന്നയിക്കുന്നു. എൻ്റെ വിശദാംശങ്ങൾ അന്നേരം അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നു. അതൊന്നും വെളിയിൽ ഇപ്പോൾ പറയാൻ പാടില്ലാത്തതാണ് സ്പീക്കർ നിയമസഭാ ചട്ടങ്ങളനുസരിച്ച്. അങ്ങനൊരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയില്ല. ഞാൻ അന്ന് ഓൺലൈനിലാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഓൺലൈനിൽ അവസാനം വരെ എനിക്കിരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഓൺലൈനിൽ എൻ്റെ സാങ്കേതികമായ തകരാറുള്ളത് കൊണ്ട് അവസാനം വരെ ഇരിക്കാൻ കഴിഞ്ഞില്ല.
അങ്ങനെ പാർട്ടി ഒരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയാം. സാധാരണഗതിയിൽ AICC ആണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള സർവേ നടത്തുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു.